എടാ ഇങ്ങോട്ട് വാടാ. എടാ നീ ചാടി ചാടി നിൽക്കാന്ന് പറഞ്ഞിട്ട് നീ പെണ്ണുങ്ങളുടെ ഇടയിലാണ് കിടന്ന് ചാടണത്. ഞാനൊന്നും ചാടിയില്ല, ഞാനിവിടെ കിടന്നാ ചാടിയത്. ഇവിടെ മൊത്തം കാര്യങ്ങൾ നിന്നെ അല്ലേ ഏൽപ്പിച്ചത്? കാര്യങ്ങൾ മൊത്തം കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ആനയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആന വന്നിട്ടുണ്ട്. ഇപ്പൊ മന്ത്രിസാർ വന്നെ ഉദ്ഘാടനം തുടങ്ങണം. ഓക്കെ, ഞാൻ എല്ലാം അറിയാം. നീ ഒന്ന് ഊതിയണ്ട. നീ വെള്ളം ഒഴിച്ചിട്ടുണ്ടോ? ഊതിയണ്ട. സത്യം പറയടാ, നിന്റെ കണ്ണിൽ തന്നെ ഉണ്ട് 1 ലിറ്റർ. അടിച്ചിട്ടില്ലേ? ഞാൻ കുടിച്ചില്ല. എന്റെ പൊന്നടിയെ ഇങ്ങനെ അടിക്കരുത്. അടിച്ചു കഴിഞ്ഞാൽ ലിവർ സിറോസിസ് വരും. അതറിഞ്ഞൂടെ? ഇല്ല. ഇവിടെ ലിവർ സിറോസിസ് എന്ന് പറയുന്ന അസുഖം എന്ന് വെച്ചാൽ ഈ ഓരോ സ്റ്റേജ് ആയിട്ടാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ക്രിട്ടിക്കൽ സ്റ്റേജ്, ഇങ്ങനെ 3 സ്റ്റേജാണ് അസുഖം. അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് വന്നിട്ട് പിന്നെയും കുടിച്ച, ഫസ്റ്റ് സ്റ്റേജ് വന്നിട്ട് പിന്നെയും കുടിച്ച സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകും. അപ്പൊ സെക്കൻഡ് സ്റ്റേജ് വന്നിട്ട് പിന്നെയും കുടിച്ച വീണ്ടും ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോകും. ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നിട്ട് പിന്നെയും കുടിച്ച പിന്നെ സ്റ്റേജിലടാ, പിന്നെ പന്തല്. എന്നെ 16 അടിയന്തരത്തിന്റെ പന്തല് നിനക്ക് കൂറ്റാ പറ്റുള്ള. മന്ത്രി സാർ വന്നാലും ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത്. നീ ഇങ്ങനെ ഫോൺ ചെയ്താണ്. ഞാൻ മന്ത്രി സാറിനെ ഒന്ന് വിളിച്ചു കൊണ്ടു. സാർ വരും എന്ന് വെച്ചാൽ വരും കേട്ടാ. അതാണ്. ആ സാറേ, ഓ സാറേ, അയ്യോ സാറേ, ആ സാറ് തേച്ച് ഇപ്പോഴാണ് സാറായത്. അയ്യോ മന്ത്രി സാർ വരൂലെന്ന്. സമൂഹമായി ഞാൻ പിന്നെ എങ്ങനെ നടത്തുവാ? നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റിട്ടുണ്ട്. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് ജയിപ്പിക്കാം. പഞ്ചായത്ത് മെമ്പർ പ്രസംഗിക്കാനൊക്കെ ആ വിക്ക ഇവിടെ വന്ന് എന്താ പ്രസംഗിക്കാൻ? അതൊക്കെ നോക്കിക്കോളാം. അദ്ദേഹം ഇവിടെ വന്ന് കിടുക്കാട്ട് ഉദ്ഘാടനം ചെയ്യും. പ്രിയമുള്ള കലാശ്രീകളെ, ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട പഞ്ചായത്ത് മെമ്പറെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അങ്ങേര് കൊന്നാത് വിക്കാണ് കയറ്റി വിടുന്നത് ഞാൻ പറയണത്. ആര് പറഞ്ഞു? നല്ല അടിപൊളിയായിട്ട് സംസാരിക്കും. ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. കയറ്റി വിട്. നീയാണ് വിളിച്ചു വരുത്തിയ വിക്കു എല്ലാം ചെയ്താ തന്നെ നോക്കി. നമസ്കാരം. കയ്യച്ചുള്ള ആക്ഷനൊക്കെ ശരിയാണ്. ഇപ്പൊ സംസാരിക്കുമ്പോ നോക്കിയോ? നമസ്കാരം. അതൊക്കെ കറക്റ്റ് തന്നെ. എന്താ കൊണ്ടുവന്നു? നമസ്കാരം. ഒരു നമസ്കാരത്തിനാണ് 3 നിന്ന. അങ്ങനെ എന്തെങ്കിലും പറ. പേരെന്ത്? മൈക്കിൾ. എടാ മൈക്കിളെ, എനിക്കറിയാം. ഞാൻ കുറെ നാളായി പണി തുടങ്ങിയിട്ട്. എനിക്ക് ഇവിടെ എന്ത് പരിപാടി? ഇവിടെ സമൂഹ വിവാഹം. 10 ആളുകളെ 10 പെണ്ണുങ്ങളെ ചേർത്തുള്ള സമൂഹ വിവാഹമാണ്. അതിനെ കുറിച്ച് പറയട്ടെ. ഈ ഇന്നത്തെ ഉള്ള നാക്ക് പിഴുതു കളഞ്ഞു. ഇനി എങ്ങനെ സംസാരിക്കും? ഇന്നത്തെ സമൂഹ വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ടത്തെ സമൂഹമാണ് വിവാഹം. ഇന്നത്തെ സമൂഹത്തിന് നമ്മൾ ഓലമേഞ്ഞ വീട്. ഓഡിറ്റോറിയത്തിലേക്ക് കയറി ചെന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് എന്താണ്? ക്യാമറാമാന്റെ ചന്തി. തിരിഞ്ഞിരുന്നിങ്ങനെ ചന്തി